നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. അവണൂർ പഞ്ചായത്തിലെ കോളങ്ങാട്ടുകരയിൽ 5,98,00,000 രൂപ ചിലവഴിച്ച് പുത്തൻ പാലം, കമ്പിപ്പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ. കോൺക്രീറ്റിംഗ് പൂർത്തിയായി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ആദ്യ ചട്ടി സിമന്റ് മിശ്രിതമിട്ടു. നാടിന്റെ വികസന മുന്നേറ്റ ചരിത്രത്തിലേക്ക് പുത്തൻ പന്താവാകും പാലമെന്ന് MLA. മുള്ളൂർക്കര വെട്ടിക്കാട്ടിരിയിൽ വീട്ടിൽ പ്രസവിച്ച 22-കാരിക്ക് കരുതലൊരുക്കി വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ. അമ്മയെയും കുഞ്ഞിനെയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി. പൂർണ്ണ ഗർഭിണിയായ യുവതി ആശുപത്രിയിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് വീട്ടിൽ പ്രസവിച്ചത്. അമ്മയും പെൺകുഞ്ഞും പൂർണ്ണാരോഗ്യവതികൾ. നേത്രദാനത്തിന്റെ മഹത്തര സന്ദേശവുമായി ലോകമെമ്പാടും നേത്രദാന ദിനാഘോഷം. നാടെങ്ങും പൊതുജന അവബോധം വർദ്ധിപ്പിക്കാൻ വേറിട്ട പരിപാടികൾ. മരണശേഷമുള്ള നേത്രദാന രംഗത്ത് ലയൺസ് ക്ലബ് സൃഷ്ടിക്കുന്നത് പുത്തൻ ചരിത്രം. തൃശൂർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 7 പേർ നേത്രദാന സമ്മതപത്രം കൈമാറി. അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ തീപിടിച്ച വാൻഹായ് 503 കപ്പലിലെ കടലിൽ പതിച്ച കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ. കണ്ടെയ്നറുകൾ തെക്കുകിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുന്നതായി മുന്നറിയിപ്പ്. കോഴിക്കോട് മുതൽ തൃശൂർ തീരം വരെ അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു. കപ്പലിലെ തീ കെടുത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുന്നു. ദക്ഷിണ കൈലാസം എന്ന പേരിൽ സുപ്രസിദ്ധമായ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിലേക്ക് ഭക്ത പ്രവേശിച്ചതായി കണ്ടെത്തൽ. തൊഴാനെത്തിയ ഭക്തയാണ് ശ്രീകോവിലിലേക്ക് അതിക്രമിച്ച് കയറിയത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. ജീവനക്കാരോട് വിശദീകരണം തേടി ദേവസ്വം. രാജ്യത്തെ കോവിഡ് കേസുകളിൽ വീണ്ടും വർധന. 358 ആക്റ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. രോഗബാധിതർ 7,000-നരികെ. 6,491 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ രോഗബാധിതർ കേരളത്തിൽ തന്നെ. മരണം 12ആയി. സംസ്ഥാനത്ത് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ. 52 ദിനം നീണ്ടു നിൽക്കുന്ന നിരോധനം ജൂലൈ 31 രാത്രി വരെ. മീൻപിടുത്ത ബോട്ടുകൾക്കും ഇൻബോർഡ് എഞ്ചിനുകൾ ഘടിപ്പിച്ച വലിയ വള്ളങ്ങൾക്കുമാണ് നിരോധനം. പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ അനുമതി. ജലനിരപ്പ് ക്രമീകരിക്കാൻ വറ്റിവരണ്ട് കിടക്കുന്ന വാഴാനി ഡാം ജലാശയം പുഴയിലേക്ക് തുറന്നുവിട്ടു. സ്ലൂയിസ് വാൾവ് ഉയർത്തിയത് 12 സെന്റിമീറ്റർ. ദുരന്ത നിവാരണ സമിതി ചെയർമാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നിർദ്ദേശപ്രകാരമാണ് വെള്ളം തുറന്നുവിട്ടത്. നിലവിൽ ജലത്തിന്റെ അളവ് 51.42 മീറ്റർ മാത്രം. ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടെ പൂച്ച കുറുകെ ചാടി അപകടം. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരണമടഞ്ഞു. പനാണ്ടിവലിയിൽ ബിനേഷിന്റെ ഭാര്യ 32-കാരി സുമിയാണ് ദുരന്തത്തിനിരയായത്. പാർലിക്കാട് വെള്ളത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ യാത്രികർക്ക് പരിക്ക്. പുതുരുത്തി നെയ്യമ്പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച പുന്നമ്പറമ്പ് സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു.